ഒരുപാട് ആരാധകരുള്ള ഒരു പെർഫ്യൂമാണ് സ്പ്ലെൻഡർ അല്ലെങ്കിൽ സ്പ്ലെൻഡിഡ്. ഈ രണ്ട് പെർഫ്യൂംസും ആക്ച്വലി ഒരു ഇൻസ്പയർഡ് പെർഫ്യൂമാണ്. നമ്മുടെ ഡോൾച്ചെ ആൻഡ് ഗബ്ബാന ലൈറ്റ് ബ്ലൂ ഇൻറ്റൻസ് ഇങ്ങനത്തെ ഒക്കെ ഒരു പെർഫ്യൂമുകളായിട്ട് സിമിലറായിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. സോ അതിൻ്റെ നമ്മുടെ ഒരു വേർഷൻ സെലക്റ്റീവ് സെൻസ് സ്പ്ലെൻഡിഡ്. സോ ഇതിന് ജസ്റ്റ് 290 റുപ്പീസ് പ്രൈസ് വരുന്നുള്ളൂ. 30 ml. ഇത് 30 ml മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ റീസൺ ഇസ് സിമ്പിൾ. ഇത് EDP ആണ്. EDP എന്ന് പറഞ്ഞാൽ പറ്റ ലോക്കൽ EDP അല്ല, 20% ആണ് ഇതിലെ പെർഫ്യൂം കോൺസെൻട്രേഷൻ വരുന്നത്. സാധാരണ EDPകൾ ചിലർ 16% ഇട്ടിട്ടും EDP എന്ന് പറയാറുണ്ട്. സോ ഇതങ്ങനെയല്ല, നിങ്ങൾക്ക് 20% പെർഫ്യൂം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്. സോ അതാണ് ഇതിൻ്റെ റേറ്റ് കുറയാനുള്ള ഒരു കാര്യം. പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മാസ് മാർക്കറ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ മാക്സിമം റേറ്റ് കുറച്ച് ഇറക്കുന്നു എന്നും കൂടി അത് വേറൊരു റീസൺ. സോ എന്തായാലും അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് ഫ്രാഗ്രൻസും ഉണ്ട്, പിന്നെ കുറച്ചൊരു വൈറ്റ് ഫ്ലോറൽ നോട്ട്സും വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഓഫീസ് ഫ്രണ്ട്ലി ആണ്. കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്താൽ ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇത് 30 ml ബോട്ടിൽ എന്തുകൊണ്ടാണ് പെർഫ്യൂം ഫുൾ ഇല്ലാത്തത് എന്നുള്ളത്. ഇത് ആക്ച്വലി 35 ml ബോട്ടിലാണ് കേട്ടോ, 30 ml അല്ല. സോ അതുകൊണ്ട് അതാരും പേടിക്കേണ്ട. ചിലർക്കുള്ളൊരു ഡൗട്ടാണ് ചില പെർഫ്യൂംസ് ഇതെന്തുകൊണ്ട് ഫുള്ളില്ല എന്നുള്ളത്. ചിലരുടെ ഒരു ലോജിക്ക് പെർഫ്യൂം എപ്പോഴും ഇവിടെ വരെ എത്തണം എന്നുള്ളതാണ്. അങ്ങനെ എത്തിച്ചു കൊടുക്കും ചില കടക്കാർ എത്തിച്ചു കൊടുക്കും. അവരെന്താണ് അതിൽ ആഡ് ചെയ്യാന്ന് പറയും. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്തനോൾ ആഡ് ചെയ്യും. എത്തനോൾ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കൽ എന്താ വെച്ചാൽ ഈ പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ വീണ്ടും കുറയും. സോ അങ്ങനെ ഒരു സാധനം നമ്മളൊരാൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നമ്മുടെ ലേറ്റർ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.